+1 ക്ലാസുകൾ ആരംഭിക്കാനിരിക്കെ മലപ്പുറത്ത് 4 ലക്ഷത്തോളം കുട്ടികൾ ഇത്തവണയും സീറ്റ് ലഭിക്കാതെ പുറത്താണ്. 25,084 കുട്ടികൾക്ക് ഇനിയും അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ല. നിഖിൽ പരമേശ് ആയിരുന്നു വിവരങ്ങളുമായി. നിഖിൽ, ഇക്കുറി പുതിയ ബാച്ചുകൾ 10-60 ബാച്ചുകൾ അനുവദിച്ചിട്ടുണ്ട്. എന്നിട്ടും ആ പ്രതിസന്ധിക്ക് പരിഹാരമാവാത്തത് എന്താണ്? കാശ്മി, മറ്റന്നാൾ +1 ക്ലാസുകൾ ആരംഭിക്കാനിരിക്കുകയാണ്. ഇത്തവണ ഒരു പക്ഷേ ജില്ലയിലെ +1 പ്രതിസന്ധിക്ക് ഒരു പരിഹാരമുണ്ടാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഇത്തവണയും ആ പ്രതിസന്ധിക്ക് അതിന് കുറവുണ്ട് എന്നല്ലാതെ അത് പൂർണ്ണമായി ഒഴിവായി എന്ന് പറയാൻ കഴിയില്ല. 25,084 കുട്ടികൾ ഇപ്പോഴും അലോട്ട്മെന്റ് ലഭിക്കാതെ പുറത്ത് നിൽക്കുകയാണ്. അർഹരായ കുട്ടികൾ, അവർക്ക് ഇനി അലോട്ട്മെന്റ് പുതിയതായി അനുവദിച്ചിട്ടുള്ള ബാച്ചുകളിൽ 60 ബാച്ചുകൾ പുതുതായി അനുവദിച്ചിട്ടുണ്ട്. അതിൽ ഏതാണ്ട് 4,500ഓളം കുട്ടികൾക്ക് പ്രവേശനം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും. എന്നിരിക്കെയും ബാക്കി 20,000-ൽ പരം കുട്ടികൾ പുറത്ത് നിൽക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാകും. അത് വിദ്യാഭ്യാസ മന്ത്രി തന്നെ നേരത്തെ വിശദീകരിച്ചിരുന്നതാണ്. പൂർണ്ണമായി ഈ പ്രതിസന്ധി പരിഹരിക്കുക എന്നുള്ളത് പ്രായോഗികമാകില്ല. അടുത്ത വർഷമാകുമ്പോഴേക്കും പരിപൂർണമായി ഇത് പരിഹരിക്കാൻ കഴിയും എന്നാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ അവസാന ഘട്ടത്തിൽ എന്ത് നിലപാട്, എന്ത് നടപടിയാണ് ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. എല്ലാ വർഷവും മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി കൈവരാറുണ്ട്. കൂടുതൽ കുട്ടികൾ അർഹരാവുകയും എന്നാൽ അവർക്ക് അർഹതയുണ്ടായിട്ടും സീറ്റ് ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നതും ഒരു പതിവായി മാറുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 60 ബാച്ചുകളാണ് നിലവിൽ പുതുതായി അനുവദിച്ചിട്ടുള്ളത്. അത് സ്വാഗതാർഹമായിട്ടുള്ളൊരു കാര്യമാണ്. മുൻകാലങ്ങളിലൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ലാത്തൊരു കാര്യമാണ്. എന്നിരിക്കെ പോലും മെറിറ്റ് സീറ്റിൽ ഏതാണ്ട് 71 സീറ്റുകൾ മാത്രമാണ് ഇനി മെറിറ്റിൽ ബാക്കിയുള്ളത്. അപ്പോൾ അതിന് പുറത്തേക്ക് വരുമ്പോൾ ബാക്കി കുട്ടികൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യമാണ് നിലവിലത്തെ സാഹചര്യങ്ങളിൽ ഉയരുന്നത്. എന്തായാലും ഇതൊരു പ്രതിസന്ധിയായി നിലനിൽക്കുകയാണ്. മറ്റന്നാൾ തിങ്കളാഴ്ച ഒരുപാട് കുട്ടികൾ പുതിയ വിദ്യാലയങ്ങളിലേക്ക് +1 പ്രവേശനം നേടുമ്പോൾ 20,000-ഓളം കുട്ടികൾ പുറത്തു നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുമെന്നുള്ളത് ഒരു വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ജനിപ്പിക്കുന്ന സാഹചര്യമാണ്. ഹാഷ്മി, നിഖിൽ പരമേശാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. 60 പുതിയ ബാച്ച് അനുവദിച്ചിട്ടും 25,000 കുട്ടികൾ പുറത്തു നിൽക്കുകയാണെങ്കിൽ അപ്പോൾ എത്രത്തോളം ഗുരുതരമായിരുന്നു, അപരിഹാര്യമായി തുടർന്ന് അവിടുത്തെ സീറ്റ് പ്രതിസന്ധി ആലോചിക്കണം. 60 ബാച്ചുകൾ അനുവദിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രതിസന്ധിയിൽ കുറവുണ്ടെങ്കിലും പരിഹാരമാവുന്നില്ല. 4 ലക്ഷത്തോളം കുട്ടികൾക്ക് ഇക്കുറിയും സീറ്റിന് അലോട്ട്മെന്റ് കിട്ടാത്ത അവസ്ഥയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.